നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഈ പോക്സോ കേസുകൾ വ്യാപകമാവുന്നുണ്ട്. അപ്പോൾ അടുത്ത 2 ദിവസമായി ചർച്ച ചെയ്യുന്നതും കുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ അതിലിപ്പോൾ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പിലെ 65 അധ്യാപകരും 12 അനധ്യാപകരും ഈ പോക്സോ കേസുകളിൽ പ്രതികളാണെന്നാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഇവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു നയമാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നും ഇവരാരും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ കർശനമായി ഇവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടുക തന്നെയാണ് വേണ്ടത്. പ്രത്യേകിച്ച് അധ്യാപകരാകുമ്പോൾ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കണ്ട് അവർക്ക് ശിക്ഷണം കൊടുക്കേണ്ടവരാണ്. അധ്യാപകരെന്ന് പറഞ്ഞാൽ ഒരു ദൈവതുല്യരാണെന്നോ മാതാപിതാക്കളെക്കാൾ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു കുട്ടികളുടെ ലൈഫിൽ അത്രത്തോളം പ്രാധാന്യമുള്ളവരാണ് അധ്യാപകർ. അപ്പോൾ അധ്യാപകർ ഒരിക്കലും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നിരിക്കെ പക്ഷെ ചില കേസുകളെങ്കിലും വ്യാജ കേസുകളാണെന്ന് മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വാർത്ത വായിച്ചപ്പോൾ ഓർമ്മ വന്നതാണ്, മുൻപൊരു അധ്യാപികയ്ക്കെതിരെ ഒരു കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പരാതി കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീട്ടുകാരെല്ലാം ഈ അധ്യാപികയെ വീടിന് പുറത്താക്കി അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് അറിയാൻ കഴിഞ്ഞത് ആ ഒരു ചൈൽഡ് ലൈൻ പ്രവർത്തകനാണെന്ന് തോന്നുന്നു ഈ അധ്യാപികയോടുള്ള വ്യക്തിവൈരാഗ്യം കാരണം ഒരു കുട്ടിയെ സ്വാധീനിച്ച് ഇത്തരത്തിലൊരു പരാതി കൊടുക്കുകയും ഇപ്പോൾ പിന്നീട് അവർ തെറ്റുകാരിയാണോ അല്ലയോ എന്ന് പിന്നീടാണ് തെളിയുന്നത്. പക്ഷേ ഈ കേസ് വന്നു കഴിയുമ്പോൾ അവർ പ്രതിയായി ചിത്രീകരിക്കപ്പെടുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 65 അധ്യാപകരും 12 അനധ്യാപകരും അപ്പോൾ ഇവരെ ഇപ്പോൾ ഈ കേസ് ഉണ്ടെന്ന് കരുതി ഇവരെല്ലാവരെയും അങ്ങ് ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതിൽ തെറ്റുകാരാര് ആണ് എന്നുള്ളത് കൃത്യമായി അറിയണ്ടേ? തെറ്റുകാരാരെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ശിവൻകുട്ടി നിർദ്ദേശം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്താക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു സസ്പെൻഷൻ കൊടുക്കാൻ മാത്രമേ ഇപ്പോൾ വി ശിവൻകുട്ടിക്ക് കഴിയുകയുള്ളൂ. കാരണം ഈ കേസിലൊക്കെ യഥാർത്ഥത്തിൽ നടന്ന കേസുകളും ചിലപ്പോൾ അല്ലാത്ത കേസുകളും ഉണ്ടാകും. അത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ആ കേസുകളെ സംബന്ധിച്ചിടത്തോളം ആ കേസുകളിൽ സസ്പെൻഷൻ കൊടുക്കുക എന്നുള്ളതല്ലാതെ വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് ചെയ്യാനില്ല. കാരണം ഈ കേസ് നടന്ന് ഇതിൽ മെറിറ്റ് ഉണ്ടോ, ഇതിൽ എന്താണ് സംഭവം എന്ന് കോടതി വിലയിരുത്തി കോടതിയുടെ വിധി വന്നെങ്കിൽ മാത്രമേ ഇതിൽ പെർമനൻ്റായ സൊല്യൂഷൻ എടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ എന്നാലും കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മൾ ബോധമുള്ള ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളിലാണ്. നമ്മൾ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും. അപ്പം വീട്ടിലെത്തുമ്പോൾ രാവിലെ നമ്മൾ എണ്ണിക്കുന്നു, ഒരു 8 മണി ആകുമ്പോഴേക്കും നമ്മൾ സ്കൂളിലേക്ക് പുറപ്പെടുകയായി. പിന്നെ നമ്മൾ വരുന്നത് 4 മണിക്ക് ശേഷമാണ്. ഈ 4 മണിക്ക് ശേഷം നമ്മൾ വന്ന ഒരു 2-3 മണിക്കൂറിനുള്ളിൽ പഠിക്കുക, ഉറങ്ങുക. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഒരുപക്ഷെ ഗുരുക്കന്മാരുടെ അടുത്താണ് അല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്താണ് നാം ചെലവഴിക്കുന്നത്. മാതാപിതാക്കൾ, നമ്മളെപ്പോഴും പറയും കുടുംബത്തിൽ നിന്നാണ് ഒരാളുടെ സ്വഭാവം ഉണ്ടാകേണ്ടതെന്ന് പറയും. ശരിയാണ്. നമ്മുടെ ബേസിക് സ്വഭാവങ്ങളെല്ലാം ഉണ്ടാകേണ്ടതും അത്രയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതും വീട്ടിലാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എങ്കിലും നല്ലൊരു പരിധി വരെ സ്വാധീനിക്കാൻ അധ്യാപകർക്ക് കഴിയും. അപ്പോൾ നമ്മുടെയൊക്കെ നല്ല നല്ല അധ്യാപകരെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞാലും അധ്യാപകർ കുറച്ച് കുശുമ്പും കുന്നായ്മയും കുത്തിത്തിരിപ്പും ഒക്കെ ഉള്ള അധ്യാപകരുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ. എല്ലാ മനുഷ്യരുടെയും പ്രതിരൂപമാണല്ലോ. നമ്മൾ പഠിക്കുന്ന കാലത്തും അത്തരത്തിലുള്ള ഇപ്പോൾ നമ്മളെ വിദ്യാർത്ഥികളെ ആ എടി അവിടെ നില്ലടി എന്നൊക്കെ വിളിക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ട്. അന്ന് ഞാൻ ആ എടി വിളിക്കെതിരാണ്. ഏത് കുട്ടിയാണെങ്കിലും എന്നെ ഒരു ടീച്ചർ അധിക പ്രസംഗിക്കുന്നു അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ അധ്യാപകരുണ്ട്. പക്ഷേ കുട്ടികളെ നന്നായി നോക്കുന്നത് ചില അധ്യാപകർ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. അപ്പോൾ എന്നെയൊക്കെ പഠിപ്പിച്ച ചില അധ്യാപകർ, ഇപ്പോൾ മാത്യു ടി തോമസിൻ്റെ വൈഫ് എൻ്റെ കോളേജിലെ അധ്യാപികയായിരുന്നു, സുധ ടീച്ചർ. സുധ ടീച്ചറിനെ എല്ലാവരും നമ്മുടെ എന്നുള്ള കണക്കിൽ ഞാൻ പറയുമ്പോൾ എൻ്റെ സുധ ടീച്ചർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയേറെ ഇഴയെടുപ്പം വിദ്യാർത്ഥികളോടുണ്ട്. ഒരു അധ്യാപിക എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വളരെ മുൻ പേരുകാരിൽ ഒരാളാണ് സുധ ടീച്ചർ. കാരണം എല്ലാ കുട്ടികളോടും വളരെ അടുപ്പം സ്ഥാപിക്കുകയും അതിപ്പോൾ പോലും ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോലും എന്നെ ട്രെയിനിൽ വെച്ച് കാണുമ്പോൾ എൻ്റെ പേര് വിളിച്ച് അറിയുന്ന അധ്യാപികയാണ്. അപ്പോൾ അങ്ങനത്തെ അധ്യാപകരുണ്ട്. എത്രയോ കുട്ടികളെ കാണുന്നതായിരിക്കും. പിന്നീട് ക്രിസ്ത്യൻ കോളേജിൻ്റെ പ്രിൻസിപ്പലൊക്കെ ആയ ടീച്ചർ. അപ്പോൾ എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഓരോ കുട്ടിയോടും അത്രയധികം ഇഴയെടുപ്പം സൂക്ഷിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ അധ്യാപകരുണ്ട്. എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന പല ടീച്ചർമാർ. ചില ടീച്ചർമാരൊക്കെ സ്കൂൾ വിട്ടു പോകുമ്പോൾ അവർ എങ്ങോട്ടെല്ലാം ട്രാൻസ്ഫർ ആവുകയോ വേറെ സ്ഥലത്തേക്ക് പോവുകയോ ചെയ്യുമ്പോൾ തലകുത്തി കരഞ്ഞിട്ടുണ്ട് ആ ടീച്ചറിനെ വിടരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ടീച്ചർമാരൊക്കെ നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ ഇന്നത്തെ ടീച്ചർമാർക്ക് കുട്ടികളോടും കുട്ടികൾക്ക് ടീച്ചർമാരോടും കണക്ട് ചെയ്യുന്നതിന് പരിധിയുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുട്ടികളും ഒരു പ്രത്യേക മെൻറ്റാലിറ്റിയിലുള്ള ഒരു കുട്ടിയെ ഒരു വീട്ടിലുണ്ടാവും,
ഒരു സാഹോദര്യത്തിൻ്റെ പാഠം അല്ലെങ്കിൽ അതൊരു സഹിഷ്ണുതയുടെ പാഠമൊന്നും വീടുകളിൽ നിന്ന് പഠിക്കുന്നില്ല. ആ കുട്ടികൾ സ്കൂളിൽ വന്നാലും ഇതുപോലെ പ്രശ്നക്കാരായി മാറും. അപ്പോൾ സമൂഹത്തിലേക്ക് നമ്മൾ ആ കുട്ടിയെ ഇറക്കി വിട്ടാൽ അതിലേറെ പ്രശ്നക്കാരായി മാറും. അങ്ങനെ കുട്ടികളുടെ ഇടയിലും മനഃശാസ്ത്രപരമായി കുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊട്ടൊക്കെ അധ്യാപകരെയും ബാധിക്കുന്നുണ്ട്. മാത്രമല്ല പല അധ്യാപകരും ഇപ്പോൾ മാറി നിൽക്കുന്നതിന് കാരണമുണ്ട്. അധ്യാപകർക്കൊക്കെ സ്കൂളിൽ വന്ന് പഠിപ്പിച്ച് പോവുക, എങ്ങനെയെങ്കിലും തലയൂരിക്കൊണ്ട് പോകുക എന്ന രീതിയിലാണ്. കാരണം അധ്യാപകരെ ഒന്നും ബഹുമാനിക്കുന്ന കുട്ടികളിന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ബഹുമാനിക്കുന്നില്ല എന്ന് പറയണ്ട. കാരണം ഒരു 13 വർഷം മുൻപ് ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ ടീച്ചറായിരുന്നു. ഒരു 13 വർഷം മുൻപ് ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ ടീച്ചറായിരുന്നു. അപ്പം അവിടുത്തെ കുട്ടികളുമായിട്ടല്ല എനിക്ക് നല്ല ബന്ധമാണുള്ളത്. ഇപ്പോഴും ആ കുട്ടികൾ ഞാനുമായി കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെയുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ഈ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ വലിയ പാടാണ്. കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അധ്യാപകരോളം പ്രായമുള്ള കുട്ടികൾ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ചില സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഓൾ പാസ് ആയതുകൊണ്ട് അത് കുറവാണെന്ന് തോന്നുന്നു. 10ാം ക്ലാസ് വരെ ഓൾ പാസ് ആയ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് പാസ്സായ പിള്ളേർക്ക് എഴുതാൻ പോലും അറിയാത്ത പിള്ളേരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പക്ഷേ പലപ്പോഴും ഈ അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ ഒന്നും പറ്റുന്നില്ല. അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കി, എനിക്കറിയുന്ന ഒരു അധ്യാപിക ആലപ്പുഴ SD കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. ആ അധ്യാപിക അമ്മയെ വിളിച്ചു വരുത്തുന്ന ഒരു കുട്ടി വെള്ളം അടിക്കുന്നു, പെൺകുട്ടിയാണ്. അപ്പോൾ ഈ അമ്മ വന്നിട്ട് ചോദിക്കാൻ, ഇതൊക്കെ ഇപ്പോൾ കോമൺ അല്ലേ ടീച്ചർ എന്തിനാണ് ഈ വഴക്കിന് പോകുന്നത്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അധ്യാപകർ ചോദിക്കാൻ പോലും ഭയക്കും. കാരണം ഈ ഒരു മെൻറ്റാലിറ്റി കേരളത്തിലിപ്പോൾ 5 ഗ്രാം കഞ്ചാവ് വെച്ചത് കുഴപ്പമില്ലെന്നുള്ള മട്ടിലാണ് ഈ വേടനെ ആഘോഷിക്കുന്നത്. അത് കണ്ടു വളരുന്ന കുട്ടികൾ, ഓരോ സ്ഥലത്തും അത് കണ്ടു വളരുന്ന കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളുടെ ജീവിതം നമ്മളൊരു സന്ദേശമായിരിക്കണം. ആർക്കെങ്കിലും ഉതകുന്ന ഒരു സന്ദേശമായി മാറാൻ കഴിഞ്ഞെങ്കിൽ അത് വളരെ നല്ല കാര്യമാണെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്കും പരിമിതികളുണ്ട്. ഇവിടെ നോക്കൂ, പല കേസുകളിലും എനിക്കറിയുന്ന ചില കേസുകൾ, കണ്ണൂരിലൊരു മാഷിനെ, പത്മരാജൻ എന്നാണെന്ന് തോന്നുന്നു പേര്, അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്ന് 100% ഉറപ്പായ ഒരു കേസ്. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആ സ്ഥലത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അധ്യാപക സംഘടനകളുടെ അതിപ്രസരം ഉണ്ട്. അധ്യാപക സംഘടനകളിലേക്കാളേറെ അധ്യാപക സംഘടനകളിലെ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം. ഇത് രാഷ്ട്രീയം കൊണ്ട് കുടുക്കിയതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അന്ന് ആ ദിവസം ഉണ്ടായിരുന്നില്ല. അവസാനം സൈക്കോളജിസ്റ്റിനെ വെച്ച് കൊച്ചിനെ ചോദ്യം ചെയ്തൊക്കെയാണ് കോടതി ഇതിനകത്ത് എന്താണെന്നൊക്കെ സൈക്കോളജിസ്റ്റിനെ വെച്ചൊക്കെ ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. കാരണം അത്ര കുട്ടികളും കോംപ്ലിക്കേറ്റഡ് ആണെന്നേ. ഇപ്പോഴത്തെ കുട്ടികൾ കള്ളം പറയാനും അതിൽ പിടിച്ചു നിൽക്കാനും 3-4 വയസ്സുള്ള കുട്ടികളൊക്കെ പിടിച്ചു നിൽക്കാനും ഒക്കെ അതിൽ ശ്രമിക്കുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കും, ഇപ്പോഴും നമുക്കൊരു കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അത്രയേറെ നമ്മൾ പോലും തിരിച്ചത്. എനിക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ, അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൾ ഫ്രോഡാന്ന് പറയും. കാരണം ആ സുഹൃത്തിൻ്റെ മകൾ നഖം കിളിപ്പിക്കുകയാണ്. അപ്പോൾ നഖം നല്ലോണം കിളിപ്പിക്കും. അപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നഖം കിളിപ്പിക്കാൻ ഭയങ്കര ഇതുണ്ട്, പ്രശ്നമുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇത്രയും നീളത്തിൽ നഖം കിളിപ്പിച്ച് നടക്കുകയാണ്. ഇപ്പോൾ കുട്ടി സ്കൂളിൽ പോകുന്നു, ടീച്ചർ പിടിക്കുന്നു. കുട്ടി ടീച്ചറോട് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ബന്ധു, നമ്മൾ ഞെട്ടിപ്പോകും, എൻ്റെ ഒരു ബന്ധുവിന് ക്യാൻസറാണ്, അവർക്ക് നെയിൽ ആർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ നെയിലൊക്കെ ആർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കിളിപ്പിച്ചതാണെന്ന ന്യായമാണ് ഈ കുട്ടി പറയുന്നത്. ഈ അമ്മയെ അധ്യാപകൻ വിളിക്കുമ്പോഴാണ് ഇങ്ങനൊരു കള്ളം പറഞ്ഞ കാര്യം ആ അമ്മ മനസ്സിലാക്കുന്നത്. ആ അമ്മ എന്നോട് പറയുകയാണ്, നമുക്കൊന്ന് സ്വപ്നത്തിൽ ഇങ്ങനൊരു കള്ളം പറയാൻ ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയ കുട്ടികൾ ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള ക്രിമിനൽ വാസനകൾ. ഇപ്പോൾ അമ്മയെ കുറ്റം പറയണമെങ്കിൽ, തൻ്റെ പ്രണയത്തിൽ ആരെങ്കിലും എതിർത്താൽ അച്ഛനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നവരുണ്ട്. അച്ഛൻ എന്നെ പീഡിപ്പിക്കാൻ വന്ന അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അച്ഛന്മാരെ വരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന കുട്ടികളുണ്ട്. സ്വന്തം അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന, ഞാൻ മറ്റൊരു അനുഭവം പറയാം. അമ്മയും അച്ഛനും സെപ്പറേറ്റ് ആയിട്ട് കഴിയാണ്. ഡൈവോഴ്സ് കേസ് നടക്കുകയാണ്. അപ്പോൾ 2 ആൺമക്കളാണ്. ഒരാള് +1-നും ഒരാള് 10-ലും കണ്ടാണ്. അപ്പോൾ ഈ അച്ഛൻ ഈ 2 മക്കളും അമ്മയുടെ കൂടെയാണ്. അച്ഛൻ മറ്റൊരു ബന്ധത്തിൽപ്പെട്ട് വേറെയാണ്. പക്ഷെ ഈ അമ്മയാണ് ഈ കുട്ടികളെ പോറ്റുന്നത്. അപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ അച്ഛൻ സ്വാധീനിച്ച് പറയിപ്പിക്കുകയാണ്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇവരെ വിളിച്ച് പുറത്തുകൊണ്ടേ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ഭക്ഷണപ്രിയരാണല്ലോ പൊതുവെ ആൺപിള്ളേർ ആ പ്രായത്തിൽ. അപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ കോടതിയിൽ പറയുകയാണ്, അച്ഛനും അമ്മയും അകന്ന് കഴിയുകയല്ലേ, അമ്മ ഇടയ്ക്കിടയ്ക്ക് രാത്രി കിടക്കുമ്പോൾ ഈ മകന്റെ പ്രൈവറ്റ് പാർട്ടിൽ സ്പർശിക്കാറുണ്ട് എന്ന്. അമ്മയുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ ജീവിക്കുന്നത്. പക്ഷെ അച്ഛൻ അമ്മയ്ക്കെതിരെ പറഞ്ഞ പ്രശ്നമുണ്ട്. ഈ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെയുള്ള ഈ വേർപിരിയലുകൾ വലിയ പ്രശ്നമാകുന്നത്. ഇപ്പോൾ അച്ഛനും അമ്മയും ഒത്തുപോകുന്നില്ല, വേർപിരിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ അവർ ഒന്നിച്ച് നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിച്ച് നിൽക്കാത്തതുകൊണ്ട് പലപ്പോഴും ക്രിമിനൽ വാസനയുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എനിക്കറിയാം, എനിക്ക് പരിചയമുള്ള ഒരാളുടെ സുഹൃത്തിൻ്റെ കുട്ടി
അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ഒരേ സമയം പണം വാങ്ങും. അച്ഛനോട് പറയും അച്ഛനോട് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറയും, അമ്മയോട് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറയും. ഒരേ സമയം രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് വാങ്ങും. രണ്ടുപേരും ഇത് അറിയുന്നില്ല. രണ്ടുപേരും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവിന് കൊടുക്കുന്നില്ല എന്നാണ്. പക്ഷേ അവസാനമാണ് ഇത് മനസ്സിലാക്കുന്നത്. അവസാനം ഒരു പ്രശ്നം വന്ന സമയത്ത്, ഈ പെൺകുട്ടി ഒരു പ്രശ്നത്തിൽപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ വിഘടിച്ച് നിന്നാൽ പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കണം, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ നിലയ്ക്ക് നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് മാസങ്ങളായി വർഷങ്ങളായി അച്ഛൻ്റെ കയ്യിൽ നിന്ന് മകൾ വേറെ പണം പോക്കറ്റ് മണി വാങ്ങിച്ചെടുക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അപ്പം ഇങ്ങനത്തെ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത്തരം കുട്ടികൾ അധ്യാപകരെയും കുറ്റപ്പെടുത്തും. നാളെ ഒരു ഇഷ്യൂ വന്നാൽ അധ്യാപകരെയും അത്തരം കുട്ടികൾ മുതലെടുക്കാൻ ശ്രമിക്കും. ഇത്തരത്തിൽ മുതലെടുപ്പ് നടന്ന കേസുകളും ഉണ്ടാകും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സ്കൂളുകളിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഒരു മോണിറ്ററിംഗ് സെല്ലൊക്കെ വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അപ്പം തന്നെ പരിഹരിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള അധ്യാപകരെ കണ്ടെത്താനും ഒക്കെ ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള മോണിറ്ററിംഗ് സെല്ലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.